ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പിട്ട് വണ്ടർഫോൾസിൽ പോയിട്ടുണ്ടായിരുന്നു. അറിയാം, കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അപ്രത്യക്ഷമാവുന്ന ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം കാണാനാണ് പോയത്. ആശ്രമ മൈതാനത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോയ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തുപോലും ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 200 രൂപ ടിക്കറ്റായിരുന്നു. പക്ഷേ 200 രൂപയ്ക്ക് ഒരു വർത്താണ് കേട്ടോ. നമുക്ക് ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികളുമായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്ത് നമുക്കൊന്ന് ചില്ലായിട്ട് പോകാൻ പറ്റുന്നൊരു പ്ലേസ് ആയിരുന്നു. കാര്യം ഇഷ്ടംപോലെ സ്റ്റോളും എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വീഡിയോ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ. ആ വെള്ളം ഇങ്ങനെ നല്ല നമ്മൾ ഒറിജിനൽ വാട്ടർഫോളിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് നല്ല കിട്ടും. നല്ല ശക്തമായിട്ടാണ് വെള്ളം ഒഴുകി വരുന്നത്. ഞങ്ങളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ ഇരുന്ന് എടുത്തു. എന്തായാലും മോന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് ഈ വെള്ളവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്വിമ്മിങ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഓവർ ഈ വെള്ളത്തിലൊക്കെ ചാടാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബേർഡ്സ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയ സമയം സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബേർഡ്സിനെല്ലാം നമുക്ക് കാണാം. ബേർഡ്സിനൊക്കെ ഇങ്ങനെ ഒരു ഇതിനകത്ത് തുറന്ന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇഷ്ടംപോലെ ലവ് ബേർഡ്സും പലതരത്തിലുള്ള ബേർഡ്സും കോക്ടെയിൽസും ഒക്കെ ഉണ്ട്. അപ്പം ഈ ബേർഡ്സിനെ ഇതുപോലുള്ള ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾ കാണുമല്ലോ. എൻ്റെ മോനാണെങ്കിൽ ഇതുപോലെ പെറ്റ്സിനെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അവൻ്റെ നിർബന്ധത്തിലാണ് ഞങ്ങളിവിടെ പോയത് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ്. അത് നമ്മുടെ തലയുടെ മണ്ടയിൽ കൂടി ഇങ്ങനെ പറന്ന് പോകുന്നതൊക്കെ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കോക്ടെയിൽസ് ഒക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബേർഡ്സിനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വലിയ പാരറ്റൊക്കെ ഉണ്ട്. ആ പാരറ്റിനെയൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം എനിക്കിതിനെയൊക്കെ പേടിയാണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. ഇതെല്ലാം മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവന് പിന്നെ നിർബന്ധമായിരുന്നു പാരറ്റിനെ വെക്കണം. അതുപോലെ തന്നെ സ്നേക്കുണ്ട്. സ്നേക്കിനെയൊക്കെ എടുത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് 100 രൂപയാണ് കേട്ടോ ചാർജ് എന്ന് പറയുന്നത്. അവിടെ കുട്ടികളൊക്കെ വന്ന് പാരറ്റിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അബീക്കുട്ടനും ഇതുപോലെ പാരറ്റിനെ എടുക്കണമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. അവനും കുറച്ച് സമയമൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൻ കുറച്ച് നേരം തലയിലൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അത് കൊത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കും അവർ ഇടയ്ക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇച്ചിരി പേടിയുണ്ടായിരുന്നു അവന്. പക്ഷേ എന്തോ അവന് ഇതൊക്കെ എൻജോയ് ചെയ്തു. ഒത്തിരി നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു. സ്നേക്ക് പിന്നെ മോന് പേടിയായിട്ട് പിന്നെ അത് ഞങ്ങൾ എടുത്തില്ല. അതിൻ്റെ ഫോട്ടോസൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ബീസിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇത് തുടങ്ങിയ സമയത്ത് നല്ല വെൽ മാനേജ്ഡ് ആയിട്ടായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറേയൊക്കെ അങ്ങ് ആൾക്കാർ ഒരുപാടായതുകൊണ്ടായിരിക്കും കേട്ടോ. കുറേയൊക്കെ അങ്ങ് തട്ടിയിട്ടു. പിന്നെ കുറേയൊക്കെ അങ്ങ് പൂക്കളൊക്കെ അങ്ങ് കേടായി പോയിട്ടിട്ട്. ബീസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എന്തുമായാലും കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു. അവർക്ക് കുറേ എൻജോയ് ചെയ്യാനും പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മത്സ്യകന്യകയൊക്കെ കാണാനായിട്ട് ഫിഷ് ടാങ്കും അത് അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ഫിഷസൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം അവരൊരു ബോട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ നമുക്ക് കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെ വരാം. പിന്നെ നമ്മുടെ മത്സ്യകന്യക അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരുങ്ങി റെഡിയായിട്ട്.
നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ മടിയിലൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരും. പിന്നെ ഒരുപാട് സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് എക്സിബിഷൻ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഫർണിച്ചർ ആവട്ടെ, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മേടിക്കാനുള്ള സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൽവാസ് അങ്ങനെയൊക്കെ വരും. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല, കാര്യം അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ ആ സ്റ്റോളിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു ജയൻറ്റ് വീലിൽ കയറണം. ഞാൻ ഇതുവരെയും ജയൻറ്റ് വീലിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കാര്യം എനിക്ക് ഹൈറ്റ്സൊക്കെ പേടിയാണ്. അപ്പം മോനക്ക് ഈ ജയൻറ്റ് വീലിൽ കയറിയേ പറ്റത്തുള്ളൂ. പക്ഷേ അയാളെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാനും കൂടെ കയറി. അവിടെ 100 രൂപയാണ് ടിക്കറ്റ്. എന്തായാലും അടിപൊളിയായിരുന്നു. പുറത്തു നിന്ന് ആ ജയൻറ്റ് വീലിൻ്റെയൊക്കെ വ്യൂസൊക്കെ കാണുമ്പോഴത്തേക്കും ഇതിനകത്താണല്ലോ നമ്മൾ കയറി എന്നൊക്കെ നമുക്ക് അതൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് കൊട്ടാരക്കരയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം ഇനി ഇതുപോലുള്ള ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളും വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.